ഡോക്ടർ ജയരാജ് എന്തായാലും ശ്രീമതി സുനിതയുടെ വെളിപ്പെടുത്തൽ താങ്കൾ കണ്ടു കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയരാജ്, ഇതാണോ നല്ല നടപ്പ്? ഇതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് കുറച്ച് സമയം തരണം, കുറച്ച് അതിനെ വ്യക്തമാക്കാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ് കോൺവിക്റ്റിന്റെ വെളിപ്പെടുത്തലാണ്. നമ്മൾ ലോകപ്രശസ്തമായ നോവലുണ്ട്, ഹെൻറി ഷാരിയർ എന്ന് പറഞ്ഞ ആൾ എഴുതിയതാണ്. പാപ്പിലോൺ എന്നാണ് അതിൻ്റെ പേര്. ഒരു ഫ്രഞ്ച് തടവുകാരൻ്റെ കഥയാണ്. ആ കഥ അതിൻ്റെ രണ്ടാം ഭാഗം ബിയാങ്കോ എന്ന് പറഞ്ഞ്, ഇത് രണ്ടും സിനിമയായതാണ്, വളരെ പോപ്പുലർ ആയതാണ്. ഇയാളുടെ തടവ് ശിക്ഷ അനുഭവിച്ച സമയത്തുണ്ടായിരുന്ന ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം ഭയങ്കര ഹിറ്റായത്. അതിനുശേഷം ഇയാളെ ജീവനത്തിന് ശിക്ഷിച്ച് ഒരാളെ കൊന്നതിൻ്റെ പേരിൽ പ്രതി മാറ്റി ഇയാൾ പ്രതിയായി, പോലീസുകാർ ഇയാളുടെ തലയിൽ കേസ് കെട്ടിവെച്ചു എന്നാണ് ആ കഥ തുടങ്ങുന്നത്. അതിനുശേഷം ഇയാൾ ഏകാന്തവാസത്തിന് പോകുന്നതും കടലിൽ നിന്ന് രക്ഷപ്പെടുന്നതൊക്കെയാണ്. പക്ഷേ അയാൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു, ഇത് ആളുകൾക്ക് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ഇറ്റ് വാസ് എ ഫിക്ഷൻ എന്ന് അയാൾ പറയണ്ടായി. ഹെൻറി ഷാരിയർ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ഗോണ്ടനാമ തടവുകാർ നമ്മൾ കണ്ടതാണ്. ഒരു അമേരിക്കൻ പട്ടാളക്കാരിയുടെ മൊബൈലിൽ നിന്ന് ചോർന്ന പിക്ചർ വഴിയാണ് ഗോണ്ടനാമയിൽ എങ്ങനെയാണ് തടവുകാരവിടെ പീഡനം അനുഭവിക്കുന്നതെന്നുള്ള കാര്യം ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ട് പോലും എക്സ് കോൺവിക്റ്റിൻ്റെ ഒരു വാദങ്ങൾ പോലും ഒരു കോടതിയും, ലോകത്തിലെ ഒരു കോടതിയും അംഗീകരിച്ചിട്ടില്ല. കാരണം നേരത്തെ ഉല്ലാസ് ബാബു പറഞ്ഞ കണക്കോലെ ഈ എക്സ് കോൺവിക്റ്റ് എന്ന് പറഞ്ഞ ആൾ ദേശസേവനം നടത്തിയെന്നല്ലല്ലോ ജയിലിൽ പോയത്. ഈ എക്സ് കോൺവിക്റ്റ് എന്ന് പറഞ്ഞ ആൾ, സഹതടവുകാരി എന്ന് പറഞ്ഞ ആൾ സാമൂഹ്യ പ്രവർത്തനം നടത്തിയതിനല്ലല്ലോ ജയിലിൽ പോയത്. അപ്പൊ അവരും ജയിലിൽ പോയത് കുറ്റം ചെയ്തിട്ടാണ്. അവർ കുറ്റം കഴിഞ്ഞു, കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം കണ്ട കാര്യങ്ങളെ വിളിച്ചു പറയേണ്ടതാണോ? അതുകൊണ്ട് ഇന്ത്യൻ കോടതികളും ആ രീതിയിൽ ഇതിനെ കാണരുത്. നിങ്ങൾ ഒരിക്കലും ഷെറിനെ ന്യായീകരിക്കരുത്. തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഷെറിനെ ഒന്നും ന്യായീകരിക്കല്ല, വെറുതെ അല്ല. ഷെറിനെ ഒന്നും ന്യായീകരിക്കൊന്നുമല്ല. അത്രേ ഉള്ളൂ. ലോകത്തുള്ള മുഴുവൻ കോടതികളും ഒരു എക്സ് കോൺവിക്റ്റിന്റെ വാദഗതിയെ ആ അർത്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ലോകം മുഴുവൻ അങ്ങനെയാണ്. ഇന്ത്യൻ കോടതികളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞാൻ അതിന്റെ നിയമവശമാണ്. ആണെന്നേ, ഞാൻ കള്ളത്തരം എന്തിനാ പറയുന്നത്? രണ്ട് അഡ്വക്കേറ്റുമാരുണ്ടല്ലോ നമ്മുടെ പാനലില്, അവര് പറയട്ടെ. ഞാനൊന്ന് വ്യക്തമാക്കാം. ഡോക്ടർ ജയരാജ്, ഒരു മിനിറ്റ്. ഡോക്ടർ ജയരാജ്, 10 വർഷം കഴിഞ്ഞിട്ടല്ല സുനിത ഇത് വെളിപ്പെടുത്തുന്നത്. സുനിത അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി പല കാര്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലെല്ലാം ആധികാരികമായിട്ടുള്ള രേഖകളുണ്ട്. അല്ലാതെ 10 വർഷം ഇപ്പം ഷെറിനുമായിട്ട് എന്തോ ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ, വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ഇതെല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞൊന്നുമല്ല. ആ രീതിയിൽ ഇതിനെ ചിത്രീകരിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അവര് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ വേറെ പേരിലോ ജില്ലാ ജഡ്ജിക്കടക്കം ബോധ്യപ്പെട്ടതാണ്. ശരി, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ജില്ലാ ജഡ്ജിക്കടക്കം ബോധ്യപ്പെട്ടതാണെങ്കിൽ ഇനിയും കോടതികളുണ്ടല്ലോ, ആ കോടതികളെ സമീപിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺവിക്റ്റിന്റെ വാദഗതികൾക്ക് കോടതികൾ അത്ര പ്രസക്തിയെ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ കോടതികളും അങ്ങനെയാണ്. അതല്ലെങ്കിൽ അവർ അടിസ്ഥാനപരമായി നുണപരിശോധനയ്ക്ക് വിധേയമാവട്ടെ, നാർക്കോ അനാലിസിസിന് വിധേയമാവട്ടെ, എന്നിട്ട് നമുക്ക് ഈ ചർച്ച തുടരാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണെന്ന് നല്ല ബോധത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം എന്തുകൊണ്ടാണ് ഈ ചർച്ച ഇന്ന് വന്നതെന്നുള്ള കാര്യം ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാം ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ആയിരക്കണക്കിന് സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാം ജനങ്ങൾക്ക് പകുതി വിലയ്ക്ക് കൊടുക്കാൻ നടക്കുന്നവരല്ലേ. അതുകൊണ്ട് ഈ വിഷയം അതങ്ങനെ നിൽക്കട്ടെ. ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി ഒന്നും ഞാൻ കളയുന്നൊന്നുമില്ല. എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് ഈ വിഷയം പറയാനാണ്. സർക്കാർ നോമിനി, ആ തട്ടിപ്പ് പരിപാടി പല സ്ഥലത്തും ഉദ്ഘാടനം ചെയ്തത് ഇടതുമുന്നണിയുടെ നേതാക്കന്മാരും MLA-മാരും മന്ത്രിമാരും ഒക്കെയാണ് കേട്ടോ. മറന്നുപോലെ 1000 കോടി രൂപ ഡൈവേർട്ട് ചെയ്യണ്ട. വേണ്ട, ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. നാളെ ഞാൻ ചർച്ച നടത്താം. നിങ്ങൾ വരുമോ? നമുക്ക് ചർച്ച ചെയ്യാം, വിശദമായി ചർച്ച ചെയ്യാം. ഇപ്പൊ ഇതിൽ നിന്നുകൊണ്ട് സംസാരിക്കൂ. ഇതാണോ നല്ല നടപ്പ്? അതുകൊണ്ടാണോ ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണോ ഇത്ര പെട്ടെന്ന് ഷെറിൻ്റെ കാര്യത്തിൽ
ദ്രുതവേഗത്തിൽ തീരുമാനം ഉണ്ടായത്? ഫയൽ എത്ര പെട്ടെന്നാണോ മന്ത്രിസഭയുടെ മുന്നിലേക്ക് പോയത്? ഡോക്ടർ ബി ജയരാജ് 3 ജീവപര്യന്തം ഞാൻ പറയട്ടെ, ആ ഒരൊറ്റ കാര്യം ഞാൻ പറ. ശരി, ഷെറിൻ തെറ്റുകാരിയാണ്. ഷെറിൻ അങ്ങേയറ്റത്തെ പാതകമാണ് ചെയ്തത്, ഗൂഢാലോചന കുറ്റമാണ് ചെയ്തത്. അവർക്ക് 3 ജീവപര്യന്തം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ശിക്ഷ കൊടുത്തതിന് ഇളവ് ചെയ്യാനായിട്ട് ഇല്ല, മാനസാന്തരം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജയിൽ ഉപദേശക പറഞ്ഞല്ലോ, വിദ്യാലക്ഷ്മി ഉൾപ്പെടെ 18, 19, 20 വർഷമായിട്ട് ഇപ്പൊ ഈ വിനീതകുമാരി തന്നെ കണ്ണിന് കാഴ്ചയില്ല. അവരെന്താ സാർ, തൊലി വെളുപ്പില്ലാത്തതുകൊണ്ടാണോ? എന്താ അവർക്ക് ഈ നീതി ലഭിക്കാതെ പോയത്? എന്താ ഷെറിൻ എന്താ കൊമ്പുണ്ടോ? ഉണ്ടോ? ഇതിന്റെ മെറിറ്റ് അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഈ ജയിലിനകത്ത് തടവ് പുള്ളികൾക്ക് അങ്ങനെ ഈ PWD കാറ്റഗറിന്നോ മെന്റലി റിട്ടാർഡഡ് അല്ലെ ഇന്റലക്ച്വൽ ചാലഞ്ച്ഡ് കാറ്റഗറിന്നോ അത് വെച്ചിട്ട് അവരെ പുറത്താക്കാമെന്നോ ഒന്നും ഒരു ഗ്രൗണ്ടും പറയുന്നില്ല. ഈവൻ മാനസിക രോഗമാണെങ്കിൽ പോലും അവർക്ക് ചികിത്സ കൊടുത്തിട്ട് വീണ്ടും ജയിലിനകത്ത് കൊണ്ടുവരാനാണ് പറയുന്നത്. അവർക്ക് വേണ്ടുന്ന ചികിത്സകളെല്ലാം അവിടെ കൊടുക്കുന്നുണ്ടാവും. പിന്നെ ചില കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഇവരെ പുറത്തു പോകണമെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞില്ലേ വെളിയിൽ ഇറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഷെറിന്റെ കേസിൽ ഇത്ര പെട്ടെന്ന് തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ്. അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സാധനം വന്നത്. അതിന് ചില ക്രൈറ്റീരിയ ഉണ്ട്. ജയിലിന്റെ വകുപ്പിനകത്ത് ഞാൻ പലപ്പോഴും ജയിലിനുള്ളിൽ കൗൺസിലിംഗിന്റെ കാര്യത്തിന് ഇപ്പോഴല്ല പല കാര്യങ്ങൾക്ക് പോകുന്ന ഒരാളാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം ജയിൽ സന്ദർശിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ തടവുകാരുടെ രീതികൾ എനിക്കറിയാം. അവിടെ പ്രത്യേക ആവശ്യമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മണിച്ചൻ കേസ് നടക്കുന്ന സമയത്ത് നീളം കുറഞ്ഞ ഒരാൾ തോർത്തിട്ടിട്ട് ജയിലിന്റെ സെല്ലിന്റെ പുറത്ത് നടക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പ്രതി മാത്രം എന്തുകൊണ്ടാണ് പുറത്തിറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ ജയിലിനകത്തെ പാചകം അവരാണ് ചെയ്യുന്നത്, പാചകക്കാർക്ക് സെല്ലിൽ കിടക്കണമെന്ന കാര്യമില്ല, അതാണ് ഓപ്ഷൻ. രാത്രി 7 മണിക്ക് അന്നത്തെ കൊല്ലം ജയിലിലെ കിച്ചണിൽ പാചകം ചെയ്യാൻ പോയതായിരിക്കും, നമുക്ക് അങ്ങനെ അനുമാനിക്കാം.